പശ്ചിമേഷ്യൻ യുദ്ധം ആശങ്കയുയർത്തി മുന്നോട്ടു പോകുന്നു. യു എസിന് എന്താണ് സംഭവിക്കുന്നത്? യു എസിന് അടിപതറുകയാണോ? ലോകത്തെ ഏറ്റവും ശക്തമെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. യു എ ഇയിലെ തന്ത്രപ്രധാനമായ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഈ സംവിധാനം തടയുന്നതിൽ പരാജയപ്പെട്ടു. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഇതാണ് വ്യക്തമാവുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായി അമേരിക്ക ഉയർത്തിക്കാട്ടുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും പ്രസിഡന്റ് ട്രംപ് ഇതിൻ്റെ കരുത്തിനെ പലപ്പോഴും അഭിമാനമായി എടുത്തുകാട്ടാറുണ്ട്. പ്രതിരോധ നിര ഭേദിച്ച് മിസൈലുകൾ എണ്ണ കമ്പനികൾക്ക് സമീപം പതിച്ചത് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫുജൈറ തുറമുഖത്തിന് സമീപമുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്ത മിസൈലുകളെ തടയാൻ യു എ ഇ സൈന്യം 6 പേട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകൾ വിക്ഷേപിച്ചെങ്കിലും അവ ലക്ഷ്യം കണ്ടില്ല. 2 ഇറാൻ മിസൈലുകളും പ്രതിരോധ നിര ഭേദിച്ച് കൃത്യമായി പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭരണകാലത്തും അതിനുശേഷവും ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുണ്ട് പേട്രിയറ്റ് മിസൈലുകളെ. എന്നാൽ ഈ സൂപ്പർ സിസ്റ്റം അമ്പെ പരാജയപ്പെട്ടത് യു എസിനും വലിയ തിരിച്ചടിയായിരിക്കുന്നു. നിലവിൽ പേട്രിയറ്റ് മിസൈലുകളുടെ സ്റ്റോക്ക് കുറവായതിനാൽ ഒരു മിസൈലിനെ തടയാൻ 3 ഇൻ്റർസെപ്റ്ററുകൾ വരെ ഉപയോഗിക്കേണ്ടി വരുന്നത് യു എ ഇയെയും സഖ്യകക്ഷികളെയും പ്രതിസന്ധിയിലാക്കുന്നു. യു എ ഇയുടെ കൈവശമുള്ള താഡ് പോലുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. ദക്ഷിണ കൊറിയയിൽ നിന്ന് അടിയന്തരമായി മിസൈലുകൾ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാൻ്റെ സാധാരണ മിസൈലുകളെ പോലും തടയാനാകാത്തത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. പേട്രിയറ്റ് ഒരു ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. റെയ്തിയോൺ ടെക്നോളജീസ് കോർപ്പറേഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. 8 ലോഞ്ചറുകളുള്ള ട്രക്ക് മൗണ്ടഡ് ലോഞ്ചിങ് സിസ്റ്റത്തിൻ്റെ ഒരു സംവിധാനമാണിത്. 4 മിസൈൽ ഇൻ്റർസെപ്റ്ററുകൾ, ഒരു ഗ്രൗണ്ട് റഡാർ, ഒരു കൺട്രോൾ സ്റ്റേഷൻ, ഒരു ജനറേറ്റർ എന്നിവ ഉൾക്കൊള്ളാൻ ഇവയ്ക്കാവും. 1991 ഗൾഫ് യുദ്ധത്തിൽ സൗദി അറേബ്യ, കുവൈറ്റ്, ഇസ്രായേൽ എന്നിവയെ സംരക്ഷിക്കുന്നതിനാണ് പേട്രിയറ്റ് ആദ്യമായി വിന്യസിച്ചത്. പിന്നീട് 2003 യു എസ് ഇറാഖ് അധിനിവേശ സമയത്തും ഉപയോഗിച്ചു. പേട്രിയറ്റ് ബാറ്ററിയുടെ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും 90 സൈനികർ ആവശ്യമാണ്. തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, ഡ്രോണുകൾ, നൂതന വിമാനങ്ങൾ, മറ്റ് ഭീഷണികൾ എന്നിവ കണ്ടെത്താനും തിരിച്ചറിയാനും പരാജയപ്പെടുത്തുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന റഡാറുകൾ ഇവയിലുണ്ട്. കൂടാതെ കമാൻഡ് ആൻഡ് കൺട്രോൾ സാങ്കേതികവിദ്യ, ഒന്നിലധികം തരം ഇൻ്റർസെപ്റ്ററുകൾ എന്നിവയും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് പേട്രിയറ്റ് സിസ്റ്റം. തുടർച്ചയായി നവീകരിക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്ന തരത്തിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പേട്രിയറ്റ് സിസ്റ്റം വിലയേറിയ ആയുധമാണ്. $4 ദശലക്ഷം ഇതിൻ്റെ വില. എന്നാൽ ഇത് ഒരു ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ വില മാത്രമാണ്. ലോഞ്ചറുകൾക്ക് ഓരോന്നിനും ഏകദേശം $10 മില്യൺ വില. പുതുതായി നിർമ്മിക്കുന്ന സിംഗിൾ പാട്രിയറ്റ് ബാറ്ററിക്ക് $1 ബില്യൺ വിലയുണ്ട്. സിസ്റ്റത്തിന് 400 മില്യണും ബാറ്ററിയിലെ മിസൈലുകൾക്ക് 690 മില്യണുമാണ് വില.